ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും സമ്മാനങ്ങൾ നൽകിയും ഒരു കൂട്ടം നന്മ മനസ്സുകൾ ഒത്തുകൂടി. വേണുവിനും കുടുംബത്തിനും ഇനി കരുതലിന്റെ കരുതൽ. ഹരിപ്പാട് മുതുകുളം ലൈഫ് ലൈൻ MDS ഉടമ കൊട്ടാൽ വടക്കതിൽ വേണുകുമാർ ബിയുടെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സൽക്കർമ്മ സൽക്കാരം ഒരുക്കിയത്. ഹരിപ്പാട് മുതുകുളം ലൈഫ് ലൈൻ MDS ഉടമ കോട്ടാൽ വടക്കതിൽ വേണുകുമാർ ബിയുടെ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാനായാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സൽക്കർമ്മ സൽക്കാര ചലഞ്ച് നടത്തിയത്. മുതുകുളം വെട്ടത്തുമുക്ക് പ്രദേശത്ത് ലൈഫ് ലൈൻ എന്ന പേരിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തി വന്നിരുന്ന വേണുകുമാർ പക്ഷാഘാതം ബാധിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖവും ബാധിച്ച് കിടപ്പിലാണ്. ഭാര്യയ്ക്കും 2 പെൺമക്കൾക്കുമൊപ്പം നിർമ്മാണം പാതിവഴിയിലായ വീട്ടിലാണ് താമസം. കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി K. ഡേവിഡ് മുൻകൈയെടുത്ത് ചികിത്സയ്ക്കും വീട് നിർമ്മാണം പൂർത്തിയാക്കാനുമായി സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ വേണുകുമാറിന്റെ ഭവനത്തിന് സമീപമാണ് സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിച്ചത്. വേണുവിനെയും കുടുംബത്തെയും സഹായിക്കാൻ ബന്ധുക്കളും അയൽവാസികളും അടക്കം നിരവധി പേരാണ് പങ്കാളികളായത്. ചെയർമാൻ ഷാജി K. ഡേവിഡ് തുക കൈമാറി. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന 350ാമത് സൽക്കർമ്മ സൽക്കാരമാണ് ഇത്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ 350ാമത്തെ ചലഞ്ചായിരുന്നു സൽക്കാരം. വെട്ടത്ത് മുക്കിന് കിഴക്കുള്ള വേണുച്ചട്ടൻ 15 വർഷമായി ലൈഫ് ലൈൻ എന്ന ഡ്രൈവിംഗ് സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന വേണുച്ചട്ടൻ പെട്ടെന്ന് അനാരോഗ്യനായിപ്പോയി. ഞാൻ എപ്പോഴും പറയും, നമ്മൾ എത്ര മിടുക്കരാണെങ്കിലും, നാം എത്ര പണമുള്ളവനാണെങ്കിലും, എത്ര ആരോഗ്യവാനാണെന്നൊക്കെ സൗന്ദര്യം ഒക്കെ ധരിച്ച് നമ്മൾ ജീവിച്ചാലും ഒരു നിമിഷം ഒരു രോഗം അടിമപ്പെട്ടു പോയാൽ, തിരിച്ചു വരാൻ പറ്റാത്ത വീട്ടിലൊരു രോഗിയായാൽ അവരുടെ വീട്ടിലെ ആ സാമ്പത്തിക സ്ഥിതി, അവർ തുടർന്നുള്ള ജീവിത അവസ്ഥകളൊക്കെ മാറും. ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഒരു കുടുംബം, ഒരു വ്യക്തി താഴ്ന്നിട്ടല്ല, മുങ്ങിത്താഴുന്നതിന് മുമ്പ് ഒരു കൈ കൊടുത്താൽ, നമുക്കൊരു കച്ചിത്തുരുമ്പാവാൻ സാധിച്ചാൽ ആ കുടുംബത്തിന് വലിയ ആശ്വാസമായി. ഇവിടെയും ഞങ്ങളൊരു കച്ചിത്തുരുമ്പായി, ഈ ഗ്രാമം ഒന്നടങ്കം ഒരു കച്ചിത്തുരുമ്പായി മാറുകയായിരുന്നു ഈ കുടുംബത്തിന്. ഈ കുടുംബം 7 ലക്ഷം രൂപ, 6,70,000 രൂപ ഒരു ദിവസത്തെ സൽക്കാരത്തിൽ കൂടി ലഭിച്ചു. ശരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ല, കുറേ പ്രിന്റിംഗ് മാറ്റർ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളല്ല, വാഗൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്ക് ഉറക്കം വരാത്ത രാത്രിയായിരുന്നു. കാരണം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു 7-നും 10 ലക്ഷത്തിനും ഇടയ്ക്ക് ഒരു തുക കിട്ടുക. അതിൽ അതിശയമായിട്ട് എന്നെ അറിയാവുന്നവരൊക്കെ പറഞ്ഞു 7 ലക്ഷം രൂപ ഒരു സർക്കാരത്തിൽ കിട്ടുമോ. പക്ഷേ ദൈവം 6,70,000 രൂപ ഈ നിൽക്കുന്ന ആൾക്കാരുടെ സാക്ഷ്യപ്പെടുത്തി, പഞ്ചായത്ത് മെമ്പറെ സാക്ഷ്യപ്പെടുത്തി, ഈ നിൽക്കുന്ന സമൂഹം, ഈ ഗ്രാമം ഒന്നടങ്കം ഒത്തിരി പേര് സഹായിച്ചു. പാട്ടുപാടിയ ഹരികുമാർ, ഇതിന് ഓരോ പന്തലിട്ട് തന്നവർ, മൈക്ക് തന്നവർ, മുട്ടക്കറിയും അപ്പവും ഒക്കെ തന്നവർ, ഒത്തിരി പേരുകൾ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിൻ്റെ പുണ്യം നിങ്ങൾ നൽകിയ ഒരു ചില്ലറ ഓരോ തൊട്ട് നാണയം പോലും തന്നിട്ടുണ്ട്. 27,000 രൂപ വരെ തന്നവരുണ്ട്, തന്ന അയൽക്കാരി മോനിമാമയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇതിൻ്റെ പ്രതിഫലം ദൈവം തരും. നമുക്ക് നാളെ ഒരു ഇല്ലായ്മ വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, റോഡിലൊന്ന് തടഞ്ഞു വീണാൽ, റോഡിലൊന്ന് ഒരു കല്ലേ മുട്ടി വീണാൽ നമ്മളെ എടുക്കുന്നവർ ചിലപ്പോൾ നമ്മളെ അറിയാത്തവരായിരിക്കും. നമ്മൾ ചെയ്യുന്ന പുണ്യവും നന്മയും പല സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതിന് വലിയൊരു സാക്ഷ്യമാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ. ഈ പൈസ 6,70,000 രൂപ സുനിതയിൽ പേരെടുത്ത് പറഞ്ഞ ഒത്തിരി പേര് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം പറഞ്ഞാൽ മറ്റൊന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഓരോ മുഖങ്ങളും, പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പറും, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞാൽ ഒരു പേര് കുറവായിപ്പോകും. ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവരോടും നിങ്ങളുടെയൊക്കെ മനസ്സിൽ രാധാകൃഷ്ണൻ പൂയമ്പള്ളി പന്തലിട്ടത് ശിവദം ഡെക്കറേഷൻ. അതുകൊണ്ട് ലൈറ്റും അവിടെ തന്നെയാണ്. എന്തായാലും ഇതിന് ഒരു ചെലവില്ല. മുഴുവൻ പൈസ, കിട്ടിയ പൈസ മുഴുവൻ സുനിതയിൽ.